Good morning children. നമ്മളൊക്കെ lesson 5 get ready go to school. ഇനി നമുക്ക് സ്കൂളിനെ കുറിച്ചാണ് പഠിക്കുന്നത്. നിങ്ങൾ ഇപ്പോൾ വീട്ടിൽ തന്നെ ഇരിക്കണം അല്ലേ? അപ്പോൾ സ്കൂളിനെ കുറിച്ച് നിങ്ങൾ ഇങ്ങനെ ആലോചിക്കാൻ ഒരു ലെസൺ. സ്കൂളിനെ കുറിച്ച് എന്താണെന്ന് എങ്ങനെയാണ് സ്കൂളിൽ നമ്മൾ സ്കൂളിൽ എന്തൊക്കെയാണ് പഠിക്കുന്നത്? Why do we go to school? അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. എന്തിനാണ് നമ്മൾ സ്കൂളിലേക്ക് പോകുന്നത്? എന്തിനാ പോകുന്നത് സ്കൂളിലേക്ക്? We learn, play and do many things in school. സ്കൂളിൽ പോയാൽ നമ്മൾ എന്ത് ചെയ്യാം? We learn. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കും അല്ലേ? ബുക്കിലുള്ളതും അല്ലാത്തതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സ്കൂളിൽ പോയാൽ പഠിക്കാറുണ്ട് അല്ലേ? We learn. പഠിച്ചുകൊണ്ട് തന്നെ ഇരിക്കാനല്ല, കളിക്കാൻ പോവല്ലേ? നിങ്ങളൊക്കെ PT വേണമെന്ന് പറഞ്ഞാൽ അല്ലേ കളിക്കാൻ പോവാറുണ്ട്. അപ്പം we learn, പിന്നെ play and do many things in school. പല കാര്യങ്ങളും ഞങ്ങൾ സ്കൂളിൽ ചെയ്യാറുണ്ട്. നമ്മൾ ഒരുപാട് കോമ്പറ്റീഷൻസിലൊക്കെ പങ്കെടുക്കും അല്ലേ? നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കും അല്ലേ? അതൊക്കെയാണ് നമ്മൾ സ്കൂളിൽ ചെയ്യാറുള്ളത്. ഇറ്റ് ഈസ് ഫൺ ഗോയിങ് ടു സ്കൂൾ. നല്ല സ്കൂളിൽ പോകാൻ നല്ല രസമാണ്. എല്ലാ കുട്ടികൾക്കും എന്താണ് സ്കൂളിൽ പോകാൻ ഇഷ്ടമാണ്. എന്താണെന്ന് പറഞ്ഞാൽ സ്കൂളിൽ പോയാൽ വി ലേൺ, പ്ലേ ആൻഡ് ഡു മെനി തിങ്സ്. ഇനി ഇൻ അവർ സ്കൂൾ വി ഹാവ് മെനി ക്ലാസ് റൂം. നമ്മുടെ സ്കൂളിൽ എന്തുണ്ട്? ഒരുപാട് ക്ലാസ് റൂമുകളുണ്ട്. വി കീപ് അവർ ക്ലാസ് റൂം നീറ്റ് ആൻഡ് ടൈഡി. നമ്മൾ ക്ലാസ് റൂം എന്ത് ചെയ്ത് വെക്കണം? നീറ്റാക്കി വെക്കണം. നമ്മൾ നന്നായിട്ട് വൃത്തിയായിട്ട് നീറ്റായിട്ട് ക്ലാസ് റൂം വെക്കണം. There are desk and there is a blackboard in my classroom. There is a blackboard in my classroom. എൻ്റെ ക്ലാസ് റൂമിൽ എന്താ ഉള്ളത്? ബ്ലാക്ക് ബോർഡ് ഉണ്ട്. എന്തുണ്ട് ക്ലാസ് റൂമിൽ? ബ്ലാക്ക് ബോർഡ്. പിന്നെ there are desk and benches. പിന്നെ എന്തുണ്ട്? ഡെസ്കുകളുണ്ട്, ബെഞ്ചസ് ഉണ്ട്. Benches for students and a table and chair for my teacher. ഡെസ്കും ബെഞ്ചും കുട്ടികൾക്ക് ഇരിക്കാനും പിന്നെന്താണ്? ചെയർ ആൻഡ് ടേബിൾ ടീച്ചർ. ടീച്ചർക്ക് ഇരിക്കാൻ ചെയറും ടേബിളും, കുട്ടികൾക്കാണെങ്കിലോ ഡെസ്കും ബെഞ്ചും. ഇതൊക്കെയാണ് ക്ലാസ്സിൽ ഉള്ളത്. അപ്പോൾ ക്ലാസ്സിൽ എന്തൊക്കെയാണ് ഉള്ളത്? ബ്ലാക്ക് ബോർഡ് ഉണ്ട്, പിന്നെന്താണ്? ബെഞ്ചസ് ഉണ്ട്, ഡെസ്ക് ഉണ്ട്, ചെയർ ഉണ്ട്, ടേബിൾ ഉണ്ട്. ബെഞ്ചും ഡെസ്കിലും കുട്ടികളിരിക്കുന്നു, ചെയറും ടേബിളിലും ആരിയ്ക്കുന്നു? ടീച്ചർ ഇരിക്കുന്നു. വി ത്രോ വേസ്റ്റ് ഇൻ ദ ഡസ്റ്റ്ബിൻ. നമ്മൾ വേസ്റ്റ് പേപ്പേഴ്സ് ഒക്കെ ഇടുന്നത് എവിടെയാ? ഡസ്റ്റ്ബിന്നിലാണ് വേസ്റ്റ് പേപ്പറുകളെല്ലാം ഇടുന്നത്. വി ഹാവ് ഷെൽഫ്സ് ടു കീപ് അവർ ബാഗ്സ് ആൻഡ് ബുക്സ്. വി ഹാവ് ഷെൽഫ്സ്. ഷെൽഫ് പറഞ്ഞാൽ എന്താണ്? ബുക്കുകളെല്ലാം വെക്കുന്ന സ്ഥലം അല്ലേ? അതിനെയാണ് നമ്മൾ എന്ത് പറയാ? ഷെൽഫ്. ഷെൽഫ് ടു കീപ് അവർ ബാഗ്സ് ആൻഡ് ബുക്സ്. അപ്പോൾ ബുക്കും ബാഗും ഒക്കെ വെക്കാൻ ഷെൽഫ് ഉണ്ട്. വി ഹാവ് ലൈബ്രറി ഇൻ ദ സ്കൂൾ. സ്കൂളിൽ പിന്നെ എന്തുണ്ട്? ലൈബ്രറി ഉണ്ട്. വി റീഡ് ബുക്സ് there. എന്ത് ചെയ്യണം? നമ്മൾ ലൈബ്രറിയിൽ എന്താ ചെയ്യുക? വി റീഡ് ബുക്സ് there. അവിടെ ഒരുപാട് നമ്മൾ ബുക്കുകൾ വായിക്കുന്നു. വി ഹാവ് റൂംസ് ഫോർ കമ്പ്യൂട്ടേഴ്സ്, മ്യൂസിക് ആൻഡ് ആർട്ട്. ഇനി നമ്മൾക്ക് എന്തുണ്ട്? കമ്പ്യൂട്ടറിനും മ്യൂസിക്കിനും ആർട്ടിനുമെല്ലാം റൂംസുകൾ ഉണ്ട്. മനസ്സിലായോ? വരയ്ക്കാനും പിന്നെന്താണ് പാട്ട് പാടാനും ഡാൻസ് ഇതൊക്കെ ഇല്ലേ, അതിന് എന്തുണ്ട്? റൂമുണ്ട്. അവർ പ്രിൻസിപ്പൽ സിറ്റ് ഇൻ ദ ഓഫീസ് റൂം ആൻഡ് മാനേജസ് ദ ആക്ടിവിറ്റി ഓഫ് ദ സ്കൂൾ. അവർ പ്രിൻസിപ്പൽ സിറ്റ് ഇൻ ദ ഓഫീസ് റൂം. പ്രിൻസിപ്പൽ എവിടെ ഇരിക്കുക? ഓഫീസ് റൂമിലാണ് ഇരിക്കുന്നത്. ആൻഡ് മാനേജസ് ദ ആക്ടിവിറ്റി ഓഫ് ദ സ്കൂൾ. എന്നിട്ട് എന്ത് ചെയ്യുന്നു? സ്കൂളിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും നിയന്ത്രിക്കുന്നു. വി ഹാവ് എ വെരി ബിഗ് പ്ലേ ഗ്രൗണ്ട്. വലിയ പ്ലേ ഗ്രൗണ്ട് ആണ് ഞങ്ങൾക്ക് ഉള്ളത്. വി ഓൾസോ ഹാവ് ക്ലീൻ ടോയ്ലറ്റ്. നല്ല ക്ലീൻ ആയിട്ടുള്ള ടോയ്ലറ്റ് ആണ് ഉള്ളത്. അവർ സ്കൂൾ ഈസ് അനദർ ഹോം ഫോർ us. വീട് പോലെ തന്നെ മറ്റൊരു വീടാണ് സ്കൂൾ. മനസ്സിലായോ? എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വീട്ടിൽ രാത്രി മുഴുവൻ ഇരിക്കുകയാണെങ്കിൽ പകൽ മുഴുവൻ നിങ്ങൾ എവിടെയാണ് ഇരിക്കുന്നത്? സ്കൂളിലാണ്. അതുകൊണ്ട് വീട് പോലെ തന്നെയാണ് നിങ്ങൾക്ക് എന്ത്? സ്കൂളും. മനസ്സിലായോ? വി ലേൺ ഗുഡ് ഹാബിറ്റ് ആൻഡ് മാനേഴ്സ് ഹിയർ. എന്താണ്? നമ്മളിവിടെ ഒരുപാട് ഗുഡ് മാനേഴ്സും ഗുഡ് ഹാബിറ്റ്സും പഠിക്കുന്നു. സ്കൂളിൽ നിന്ന് എന്തൊക്കെ പഠിക്കുന്നു നമ്മൾ? ഗുഡ് ഹാബിറ്റ്സ് ആൻഡ് മാനേഴ്സ്. മനസ്സിലായോ?
അപ്പോൾ ഇത്രയുമാണ് നമ്മൾക്ക് ഈ ലെസൺ 5 ഗെറ്റ് റെഡി ഗോ ടു സ്കൂൾ എന്ന ലെസണിൽ പഠിക്കാനുള്ളത്. അപ്പോൾ സ്കൂളിനെ പറ്റി പറഞ്ഞല്ലോ. അപ്പോൾ സ്കൂളിൽ നമ്മൾ പോകുമ്പോൾ നമ്മൾക്ക് എന്തൊക്കെയാണ് കിട്ടുന്നത്? ഗുഡ് മാനേഴ്സ് കിട്ടുന്നു, ഗുഡ് ഹാബിറ്റ് കിട്ടുന്നു, പിന്നെ ഒരുപാട് കാര്യങ്ങൾ അറിയുന്നു, നമ്മൾക്ക് കളിക്കാൻ പറ്റുന്നു. എല്ലാം നമ്മൾ സ്കൂളിൽ പോയാൽ നമ്മൾക്ക് കിട്ടാവുന്നതാണ്. മനസ്സിലായോ? അപ്പോൾ എന്ത് ചെയ്യണം? എത്രയും പെട്ടെന്ന് നിങ്ങൾ സ്കൂളിലേക്ക് വരാൻ പറ്റട്ടെ എന്നാണ് വിചാരിക്കുന്നത്. ഓക്കെ.